നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മൾ ഒരു കൊട്ട സാധനങ്ങളായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉണ്ണിയുടെ സ്കിൻ കെയർ എന്ന് പറഞ്ഞപ്പോൾ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൺകുട്ടികൾക്ക് സ്കിൻ കെയർ അങ്ങനെ അവര് എന്താ പറയാ അതിലങ്ങനെ ശ്രദ്ധിക്കില്ല എന്നുള്ളത്. അപ്പൊ എനിക്ക് എന്റെ സ്വഭാവം വെച്ചിട്ട് എൻ്റെ മക്കൾ ഇങ്ങനെ സ്കിൻ കെയറിനോട് താല്പര്യമുള്ളവരായില്ലെങ്കിൽ അത്ഭുതമാണ്. നമ്മളിങ്ങനെ സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 100 സാധനങ്ങൾ നമുക്ക് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പം എന്തായാലും അവരെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പറഞ്ഞ് അവരുപയോഗിക്കും. പിന്നെ എന്താ പറയാ, പെൺകുട്ടികളെ പോലെ തന്നെയല്ല ആൺകുട്ടികളും. അവരുടെ സ്കിന്ന് നമ്മൾ നോക്കണ്ടേ. നമ്മൾ സൺസ്ക്രീൻ ഇടണു, മോയ്സ്ചറൈസർ ഇടണു, നമ്മൾ ഇത്ര വെള്ളം കുടിക്കണം, അങ്ങനെ ഇങ്ങനെ നമുക്ക് ഒരുവിധം പെൺകുട്ടികളുടെ കാര്യം മാത്രമല്ല, അപ്പൊ ആൺകുട്ടികളും തീർച്ചയായിട്ടും ഈ കാര്യമൊക്കെ ശ്രദ്ധിക്കണം. അവരാണ് ഏറ്റവും കൂടുതൽ വെയിലത്തിറങ്ങി കളിക്കുകയും ഓടുകയും കാര്യങ്ങളൊക്കെ ചെയ്യണത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവരും ശ്രദ്ധിക്കണം. അപ്പൊ ഉണ്ണിക്ക് കൊണ്ടുപോകാനായിട്ട് മേടിച്ചിട്ടുള്ള ഹെയർ കെയർ പ്രോഡക്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. വീട്ടിൽ നിന്ന് മാറി നിൽക്കണു. അപ്പം അത് കോഴ്സ് എന്താന്ന് പറയാത്ത എനിക്ക് അവിടെ കൊണ്ടുപോയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കുമ്പോൾ ഞാൻ പറയാന്ന് വെച്ചിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് തുടക്കത്തിൽ തന്നെ പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അല്ലാണ്ട് വേറെ സസ്പെൻസും കാര്യങ്ങളാക്കി വെക്കാൻ മാത്രം ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ആക്കുന്നതുമല്ല, എല്ലാം ഒന്ന് ശരിയായിട്ട് പറഞ്ഞാലല്ലേ നല്ലത്. അപ്പം ആ ഒരു കാര്യം കൊണ്ട് ഇപ്പം പറയണില്ല എന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഹെയർ കെയർ എന്ന് പറയുമ്പോൾ ഷാമ്പൂന്ന് തന്നെ തുടങ്ങാം. അവനങ്ങനെ ഹെയർ ഓയില് പുറത്തുനിന്ന് മേടിക്കുന്നത് യൂസ് ചെയ്യില്ല. ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയ എണ്ണയാണ് അവ ഉപയോഗിക്കുക. അപ്പൊ അതെനിക്ക് എന്തായാലും ഉണ്ടാക്കേണ്ടി വരും കൊണ്ടുപോകാനായിട്ട്. അപ്പം ഷാമ്പൂ ഇപ്രാവശ്യം ഞാൻ അവന് വേണ്ടി മേടിച്ചിട്ടുള്ളത് ഈ ബി ബ്ലണ്ടിന്റെ ഹെയർ ഫോൾ കണ്ടീഷണർ, അതുപോലെ ഹെയർ ഫോൾ ഷാമ്പൂ ഇതാണ് കേട്ടോ. അപ്പം വീട്ടിൽ നിന്ന് മാറിക്കാണ്, വെള്ളമൊക്കെ മാറി കുളിക്കുമ്പോൾ തീർച്ചയായിട്ടും മുടി കൊഴിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് കണ്ടിട്ട് ഒരു മുഴ മുന്നേ എറിഞ്ഞു നോക്കിയതാണ് ഇത് കേട്ടോ. അപ്പോൾ അവൻ എന്തായാലും യൂസ്ഫുൾ ആവും എന്ന് കരുതിയിട്ടാണ് ഇത് മേടിച്ചത്. പിന്നെ അവൻ കേൾ ഹെയർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് കാലമായിട്ട് ബി ബ്ലൻഡ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവന് ഈ ബ്രാൻഡ് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ ഒരു സെറ്റായിട്ട് രണ്ടും കൂടിയിട്ട് 695 രൂപയോ അങ്ങനെ എന്തോ ആണ്. അപ്പൊ ഞാൻ ഇതിങ്ങനെ കേട്ടോ, ഇതിങ്ങനെ തന്നെ വന്നിട്ടുണ്ടായിരുന്നേ. നല്ല ഭംഗിയാണ് ഈ പാക്കേജ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. കേട്ടോ 200 ml ബോട്ടിലാണ്. അപ്പൊ അത്യാവശ്യം ഉണ്ടായിരിക്കും. അപ്പം ഇതാണ് നമ്മൾ ഫസ്റ്റ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ അവന് കേളി ഹെയറിന് വേണ്ടിയിട്ടുള്ള എന്താ നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് കേൾ ജെല്ലും കേൾ ക്രീമും ഉണ്ടല്ലോ. അപ്പൊ അത് മേടിച്ചതാ കേട്ടോ. ഇത് ഏതാ ബ്രാൻഡ്? ഫിക്സ് മൈ കേൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന് നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ പണ്ട് ഫിക്സ് മൈ കേൾസിന്റെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്ര ഭംഗിയുള്ള ബോട്ടിലൊന്നല്ല. ഇത്ര ഭംഗിയുള്ള ബോട്ടിലൊന്നല്ല അന്നുണ്ടായിരുന്നു. ഇതിപ്പോ നല്ല രസമുണ്ട് കാണാൻ, ഭയങ്കര രസമുണ്ട് കേട്ടോ. നല്ല കോമ്പിനേഷൻ, ഓറഞ്ചും ഈ ബ്ലൂവും. നമ്മൾ ഈ ചുരിദാറിനൊക്കെ എനിക്ക് പണ്ട് ഇതേ മോഡല് ചുരിദാർ ഉണ്ടായിരുന്നു കേട്ടോ, ഈ കളർ കോമ്പിനേഷനിൽ. അപ്പൊ നല്ല രസമുണ്ട് അല്ലേ. അപ്പം ഇത് എന്താണ്, കേൾ ബട്ടറാണ്. ഇത് ഹെയർ ഫിക്സിങ് ജെല്ലാണ് കേട്ടോ. അപ്പൊ ഇത് രണ്ടും കൂടെ അവന് മേടിച്ചു. നമ്മൾ പിന്നെ കേളി ഹെയർ ആകുമ്പോൾ ഡെയിലി ഇത് ഉപയോഗിക്കില്ല, ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ആയിരിക്കും ഇത് ശരിക്കും ഉപയോഗിക്കാം. അപ്പൊ അത് മേടിച്ചു കേട്ടോ. പിന്നെ ഞാൻ അവന് വേണ്ടിയിട്ട് ഒരു ഹെയർ സീറം മേടിച്ചിട്ടുണ്ട്. ഇത് ബയോളജിന്റെ ഹെയർ സീറാണ് കേട്ടോ. ഞാനിത് മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്, ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് അവന് വേണ്ടി മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് മൂന്നുമാണ്, ഈ 3 കാറ്റഗറിയാണ് അവന് കൊണ്ടുപോകാൻ മേടിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് കൂട്ടത്തിൽ തന്നെ ഞാൻ എനിക്ക് വേണ്ടി മാമാർത്തിന്റെ ഹെയർ ഫോൾ കൺട്രോൾ കണ്ടീഷണർ ഇതും കൂടെ വാങ്ങിട്ടോ. ഈ ഒണിയൻ ആ ഒരു ഇതിലുള്ളത്. ഇതിന്റെ ഷാമ്പൂ ഞാൻ മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കണ്ടീഷണർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റിച്ചേക്കായിരുന്നു. അപ്പൊ അതിന്റെ തന്നെ കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് വാങ്ങിക്കാമെന്ന് കരുതി. ഒരു ഹെയർ പാക്കാണ്, പ്രീ വാഷ് നറിഷിംഗ് മാസ്ക്, പാക്കല്ല മാസ്ക്. ഇത് എനിക്ക് വേണ്ടി വാങ്ങിയതാട്ടോ. ഇത് പാരച്യൂട്ടിന്റെ ആണ്. അപ്പം ഒരു ഹെയർ മാസ്ക് ഒക്കെ ഉപയോഗിച്ച കാലം മറന്നുപോയി. ഒരു കൊല്ലമായിട്ടുണ്ടാവും തോന്നുന്നു കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും ഇപ്പൊ ഉപയോഗിക്കണേ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ ഒരാഗ്രഹം ഒന്ന് ഉപയോഗിച്ച് നോക്കാനായിട്ട്. അപ്പം വാങ്ങിയതാണ്, തുറന്നിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട്. ഇതിനു മാത്രം വിലയൊന്നുമില്ല. പിന്നെ പാരച്യൂട്ട് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് അല്ലേ. അപ്പൊ അതുകൊണ്ട് നല്ലതായിരിക്കും എന്നുള്ള വിശ്വാസത്തിന്റെ മുകളിൽ ഇത് മേടിച്ചതാണ്. യൂസ് ചെയ്ത് നോക്കിയിട്ട് പറയാട്ടോ. ഇന്ന് മൊത്തം മേടിച്ച സാധനങ്ങൾ ഒരു നീലമയുള്ള പോലെ തോന്നുന്നു. അപ്പൊ എല്ലാത്തിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക.
നമുക്ക് നാളെ വീഡിയോ ഇടാം കേട്ടോ, വ്ളോഗ് ഇടാം. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യാം. വീണ്ടും കാണാം.